അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മക്കളെ മദ്രസയിലൊക്കെ ആക്കിയിട്ട് വന്നു. അപ്പോൾ ചായപ്പണി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചട്നി അരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോയ്ക്ക് കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട്, അവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ചട്നി ആദ്യം റെഡിയാക്കി വെക്കുകയാണ്. കാലിച്ചായൊക്കെ ഇട്ട് കുടിച്ചു. മക്കളുടെ മദ്രസയിലൊക്കെ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നു കേട്ടോ. അതിന് ശേഷമാണ് അപ്പോൾ ഒന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവർ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ സമയം പിന്നെ കുറച്ച് തുണികൾ പെട്ടെന്ന് കഴുകിയെടുക്കുക. വെയിലാകുമ്പോഴേക്കും വേഗം തുണികളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്ന് വെച്ചിട്ട് തുണികളൊക്കെ ഒന്ന് മുക്കിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി തുണി കഴുകാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വെള്ളം പൈപ്പിലൊന്നും ലൈൻ വെള്ളം വരും. രാവിലെ 5 മണിക്ക് വന്നാൽ വൈകുന്നേരം 5 മണി വരെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ കുടിവെള്ളം മാത്രമാണ് ഞാൻ അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ പലരും പറയും അവർ ഈ വെള്ളം തന്നെയാണ് കുടിക്കാറുള്ളതെന്ന് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഈ വെള്ളം കുടിച്ചധികം ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് കുടിക്കാൻ എടുക്കില്ല കേട്ടോ. ഞാൻ എന്തായാലും കിണറ്റിൽ നിന്ന് പോയിട്ട് കുടിവെള്ളം കൊണ്ടുവരികയാണ് ചെയ്യുക. അടുക്കളയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യത്തിനും ചോറ് വയ്ക്കാനും കറിക്കും ചായക്കും എല്ലാത്തിനും ആ കിണർ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാൻ എടുക്കുന്നത്. പിന്നെ ഇവിടെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഈ കംപ്രസർ എന്ന് പറഞ്ഞതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലരൊക്കെ പറയണത് കറണ്ട് ബില്ല് കൂടുതലാവുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അധികമൊന്നും അതൊന്നും ഞാൻ വെള്ളം കൊണ്ട് അടിച്ചിടില്ല. കുറച്ച് നേരമൊക്കെ ഞാൻ വെള്ളം അതിൽ അടിക്കാറുള്ളൂ. പിന്നെ ഈ വെള്ളം എന്തായാലും വരുന്നുണ്ടല്ലോ, ഇതിന് നമ്മൾ മാസം പൈസയൊക്കെ അടയ്ക്കേണ്ടതല്ല. അതുകൊണ്ട് ഈ ലൈൻ വെള്ളം തന്നെയാണ് എല്ലാം ഉപയോഗിക്കാൻ എടുക്കുക. അപ്പോൾ പുറകു വശത്ത് ഒരു വലിയ ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട്. അതിലെന്നും ഓസിട്ടിട്ട് വെള്ളം നിറച്ചിടും. പുറകിൽ അങ്ങോട്ട് ബാത്റൂം പാത്രം കഴുകാനുള്ള ആവശ്യങ്ങൾക്കെല്ലാം അതിന്ന് വെള്ളം എടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളത്തിനൊന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമുക്കെന്തോ അതിൻ്റെ ഇതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, മാഷാ അല്ലാ. അങ്ങനെ ആ തുണി കഴുകലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീൻകാരൻ വരുമ്പോൾ മീനും മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ തുണി കഴുകാൻ നിൽക്കുന്നത്. മീൻകാരൻ്റെ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് പോയിട്ടൊക്കെ ഒന്ന് മീൻ മേടിക്കണമെന്ന് വെച്ചിട്ടാണ്. അപ്പം മത്തി മേടിക്കാമെന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. പിന്നെ മീൻകാരൻ വന്നപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അതിൽ മത്തിയില്ല. മത്തിക്കൊക്കെ ഓവർ വിലയാണ് താത്ത. അയിലച്ചമ്പാനാണുള്ളതെന്ന് പറഞ്ഞു. വാലിൻ്റെ അവിടെ ഒരു മുള്ളുള്ള മീനുണ്ടല്ലോ, പിന്നെ അതൊരു 1/2 കിലോ മേടിക്കാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ആ മീൻ പൊരിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കറി വെച്ചാൽ അത്ര നന്നായിരിക്കില്ല. മുളക് കറി വെച്ചാൽ നന്നാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അത് മേടിച്ചു കേട്ടോ. പൊരിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ആ മീനാണ് ഞാൻ മേടിച്ചത്. അപ്പോഴേക്കും എന്താ കുട്ടികളൊക്കെ വന്നു. തുണി കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും അവർ വന്നപ്പോൾ പിന്നെ അപ്പമാണ് കേട്ടോ, വെള്ളപ്പം. അപ്പോൾ അത് നല്ല ചൂട്ടോടെ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം അരച്ച് വെച്ച മാവാണ് കേട്ടോ. ഒരു 3 ഗ്ലാസ് പച്ചരിയും കുറച്ച് ചോറ് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് ഈസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച് വെച്ച മാവാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് വരും കേട്ടോ. 3 ഗ്ലാസ് ഇട്ട് അരച്ചാൽ 2 ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാകും. അങ്ങനെ അവർ വന്നപ്പോൾ പിന്നെ ചൂട്ടോടെ തന്നെ അവർക്ക് അപ്പമൊക്കെ ചുട്ട് കൊടുക്കുകയാണ്. പിന്നെ അയ്യാൻകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താലും അവൻ കഴിച്ചോളും. അവന് ഓരോ സ്വഭാവമാണ്. ചിലപ്പോൾ ചട്നി വേണം പറയും, ചിലപ്പോൾ പഞ്ചസാര വേണം പറയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ്റെ പറച്ചിൽ. പിന്നെ അങ്ങനെ അവർക്ക് ഇതാ കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അയിലച്ചമ്പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരാക്കാനും കഴിയും. പിന്നെ 1/2 കിലോ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് വേഗം നേരാക്കി അവിടെ വൃത്തിയായി സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കാൻ. ഇത് തൊലി ഉരിച്ചിട്ട് കൊടുക്കട്ടെ. ഞാൻ പിന്നെ ഇപ്പോൾ തൊലി ഉരിക്കാനൊന്നും നിന്നില്ല. ആ വാലിൻ്റെ അവിടെയുള്ള മുള്ള് പോലെ ഒരു സാധനമുണ്ട്, അത് മാത്രം ഇങ്ങോട്ട് ഞാൻ മുറിച്ച് മാറ്റിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കത്തിയാണെങ്കിൽ അധികം മൂർച്ചയില്ല. ഒക്കെ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് കത്തിയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മൂർച്ചയാക്കി തരും അവർ. പിന്നെ ഇപ്പോൾ വേറെ പണിക്ക് പോയിരിക്കുകയാണ് കേട്ടോ. കത്തിപ്പോൾ അധികം മൂർച്ചയൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നൊരു അവിയലുണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങക്കായും പിന്നെ വാഴയ്ക്ക, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു ചേച്ചി കുറച്ച് കൊണ്ടുവന്ന് തന്നതാണ്. ഈ കായയും വെള്ളരിക്കയൊക്കെ. പിന്നെ മുരിങ്ങക്കായ നമ്മുടെ ആദിലിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു അവിയലുണ്ടാക്കാനാണ്. അങ്ങനെ ചോറൊക്കെ വെന്തു. ചോറ് ഞാൻ വാർത്തു കേട്ടോ.
വെള്ളേരി ഇട്ടിട്ടായിരുന്നു. ചോറൊക്കെ പെട്ടെന്ന് വെന്ത് ചോറ് വാർത്തു. പിന്നെ അടുപ്പിൽ തന്നെ മീൻ പൊരിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഈ മീൻ പൊരിക്കണ നേരം കൊണ്ട് വേഗം അവിയലിനുള്ളതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അങ്ങനെ മീനൊക്കെ പൊരിക്കാനിട്ടു. അപ്പോൾ അവിയലിനുള്ളത് മുറിക്കാൻ നീളത്തിൽ തന്നെയായിട്ടല്ല മുറിച്ചെടുക്കണം. ചിലപ്പോൾ ഞാനിങ്ങനെ സാധാ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കണ്ട. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്നൊക്കെ നല്ല ഭംഗിക്കൊക്കെ നീളത്തിൽ തന്നെ ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് ഞാൻ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അവിയലിനൊരു ഇത്തിരി വെള്ളം പോലെ ആയിട്ടാണ്, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അടുപ്പത്തല്ലേ വെക്കണമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ലേശം ഒഴിച്ചു വിട്ടത് നല്ലോണം കത്തിക്കോട്ടെ പറഞ്ഞിട്ട്, ക്യാരറ്റും വാഴയ്ക്കൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടിക്കോട്ടെ പറഞ്ഞിട്ട്. പിന്നെ നോക്കുമ്പോൾ അതിൽ വെള്ളം ഇത്തിരി ആയി. പിന്നെ ഞാൻ അതൊന്ന് കാര്യമാക്കിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ തേങ്ങയും ജീരകവും പച്ചമുളകൊക്കെ അരച്ച് അരപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തൈരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തൈര് കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അതിലധികം പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. പുളിയുണ്ട്, ഓവർ പുളിയൊന്നുമില്ല. അവിയലൊരു ചെറിയൊരു പുളി വേണം, അപ്പോഴേ അത് അവിയൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയെങ്കിൽ ഒരു മുറി മാങ്ങയും കൂടി ഇട്ട് കൊടുത്തേനെ. ഇനിയിപ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ അവിയലൊക്കെ ഒന്ന് തൈരൊക്കെ ഒഴിച്ച് പിന്നെ അടുപ്പിൽ നിന്നൊക്കെ ഒന്ന് ഇറക്കി വെച്ചു. പിന്നെ അത് കടുക് വറുക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഞാനധികം ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സഹകരിക്കണം, ക്ഷമിക്കണം. എല്ലാവരും ഒക്കെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുകയും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ്. മീൻ പൊരിച്ചതും അവിയലും പിന്നെ നല്ല ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് കറി വേറെ വെച്ചൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി മക്കൾക്ക് ചോറൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അയാൻകുട്ടിക്ക് ഇങ്ങനെ മുകളിലിരുന്ന് വാരി കൊടുക്കുന്നുണ്ട്. അയാൻകുട്ടി തിരിച്ചങ്ങോട്ടും വാരി കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.